ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ രസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 6 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയുടെ വെള്ളമാണ്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് മുന്നേ പുളി ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ 1 സ്പൂൺ കടുകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കടുകൊന്ന് പൊട്ടി വരണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു രസമാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 എണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്ത് രസം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.